ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു എഗ് മാക്രോണി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ എഗ് മാക്രോണി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാ 1 കപ്പ് അളവിൽ മാക്രോണി എടുത്തിട്ടുണ്ട്. നമുക്ക് പാസ്ത എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഏത് സൈസിലുള്ളതും ഏത് ഷേപ്പിലുള്ളതാണെങ്കിലും ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അതുപോലെ 1 കപ്പ് അളവിൽ മാക്രോണി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 5 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ചേർക്കുന്നത് നമ്മുടെ അളവിനനുസരിച്ചിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ മഞ്ഞ ചേർക്കുന്നില്ല, വെള്ളം മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ മുട്ടയുടെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ മാക്രോണിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. എന്നാൽ ശരി, പെട്ടെന്ന് തന്നെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ മാക്രോണി വേവിച്ചെടുക്കാനും മാത്രം ആവശ്യമായിട്ടുള്ള വെള്ളം ഞാനിപ്പോൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചൂടായി വരികയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മാക്രോണി കൂടി ചേർക്കാം. മാക്രോണിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ട് വരുള്ളൂ. പിന്നീട് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലധികം ഉപ്പ് പിടിക്കില്ല. അതിൻ്റെ പേരിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഇത് ഏകദേശം ഒരു 80% നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അത്രയും സമയമാകുമ്പോൾ നമ്മളിത് എടുക്കണം. പിന്നീട് ഒരുപാട് സമയം ഇട്ടിരിക്കരുത്. എന്നാൽ ശരി, ഒരു 3 മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് തിളയ്ക്കട്ടെ. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ട്. നമ്മുടെ മാക്രോണി എല്ലാം നന്നായിട്ട് വെന്തിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും വെന്തത്. ഇനി ഒരുപാട് സമയത്ത് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാറ്റണം. അതിനുശേഷം പെട്ടെന്ന് ഒന്ന് തയ്യാറാക്കി തുടങ്ങാം. കടായി ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരല്പം ഇഞ്ചിയാണ്. ഒരു ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ചേർക്കാം. കൂടെ തന്നെ അതുപോലെ ഒരു 2 വെളുത്തുള്ളി എല്ലാം എടുത്തിട്ടുണ്ട്, അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുകയാണ്, അതും ചേർക്കുകയാണ്. ഇത് രണ്ടും ചേർത്തിട്ട് നമ്മുടെ ചെറുതായിട്ട് ഈ പച്ചമണം മാറുന്നവരെ മാത്രം ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരേ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു സവാളയും കൂടിയാണ്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതുകൂടി ചേർക്കുകയാണ്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി കിട്ടിയാൽ മാത്രം മതിയാവും. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് വഴറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നല്ല രീതിയിലൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും സവാള എല്ലാം ഒന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് വാടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് തക്കാളിയും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു തക്കാളി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും ചേർക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴണ്ടി കിട്ടുന്നവരെ വീണ്ടും 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ അത് വഴറ്റിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ സവാളയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കുന്നത്. അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടിയാണ്, അതും ചേർക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരുംജീരകം പൊടിച്ചതും കൂടി, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി നമുക്ക് വേണം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി,
ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ചെറുതായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടിയാണ്. അപ്പോൾ ഈ ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പോൾ അതുകൂടി ചേർക്കാം. കൂടെ തന്നെ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന നമ്മുടെ മുട്ട കൂടിയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ചെറിയ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. മുട്ടയും ചേർത്ത് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ഈ മസാലയ്ക്ക് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഈ സമയം നമ്മൾ ചേർത്തേക്കണം. എന്നിട്ട് വേണം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുന്ന വീഡിയോ അത് മിസ്സായി പോയി, അതിൻ്റെ പേരിലാണ്. ഇതുപോലെ നന്നായിട്ട് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരുന്ന മാക്രോണി കൂടിയാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നീട് നമ്മളിത് വേവിക്കേണ്ട ഒരു ആവശ്യവുമില്ല. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എഗ് മാക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും വലിയവർക്കും എല്ലാം ഒരുപോലെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒന്നായിരിക്കും. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിലും ഉച്ചത്തെ ലഞ്ചിനൊക്കെ ആണെങ്കിലും സൂപ്പറായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒന്നാണ്. ഇതിൻ്റെ കൂടെ സൈഡായിട്ട് നല്ല ടൊമാറ്റോ സോസിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ടൊമാറ്റോ സോസിൻ്റെ ആവശ്യമില്ല, വെറുതെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരെ എല്ലാവരും മറക്കാതെ എനിക്കൊന്ന് ഫീഡ്ബാക്ക് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഒരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ വീണ്ടും നല്ല ഉഷാർ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.